صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. توسلت يا ربي إليك بحبه لتغفير أوزاري وتقبل توبتي. تقضى وضاع العمر واكتسب الخطا ولم يبق إلا حب وحماد عدتي. اللهم صل وسلم وبارك عليه. മഹാനായ വിച്ചിരി റഹ്മത്തുള്ളാഹി അലൈഹി താഇന്റെ ഖാഫിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അത് വസീലയാക്കുകയാണ്. ആ സ്നേഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നു. തവസ്സൽതു യാ റബ്ബി ഇലൈക ബിഹുബ്ബിഹി. എൻ്റെ റബ്ബേ, നിന്നിലേക്ക് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അത് വസീലയാക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലിതഗ്ഫീറ ഔസാരി, നീ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി. വതഖബല തൗബതി, നീ എൻ്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ ആത്മാർത്ഥമായ സ്നേഹമുള്ളയാളാണ് മഹാനായ വിച്ചിരി റഹ്മത്തുള്ളാഹി അലൈഹി. ആ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമെന്നോണമാണ് ഈ കവിതയൊക്കെ നിർഗളിക്കുന്നത്. അപ്പൊ ആ സ്നേഹത്തെ മഹാനവറുകൾ അള്ളാഹുവിന്റെ മുന്നിൽ വെക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ സ്നേഹം മാധ്യമമായി നീ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണം, നീ എൻ്റെ തൗബ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് വസീലയാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. ദുആ ചെയ്യുമ്പോൾ എൻ്റെ ഹബീബായ തങ്ങളെ ഞാൻ സ്നേഹിച്ചതു കാരണമായി, തങ്ങളോടുള്ള മഹബ്ബത്ത് കാരണമായി. അതങ്ങനെയാണ്. സ്വഹാബത്ത് മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. ആ സ്നേഹം ആപൽ ഘട്ടങ്ങളിൽ അവർ രക്ഷാ കവചമായി സ്വീകരിച്ചു. പ്രസിദ്ധനായ സ്വഹാബിയാണ് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു. മഹാനവർകൾ അറിയപ്പെടുന്നത് തന്നെ സഫീനത്തു മൗലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായ സഫീന. നബി തങ്ങളെ വല്ലാതെ സേവിച്ചയാളാണ്, നബി തങ്ങൾക്ക് വല്ലാതെ സേവനം ചെയ്തയാളാണ്. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ബീവി ഉമ്മു സലമ, അവരുടെ അടിമയായിരുന്നു ഞാൻ. അവർ എന്നെ ഇത്ഖ് ചൊല്ലി അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഒരു ഉപാധി വെച്ചു. എന്താണത്? ഉഅ്തിഖുക വഅശ്തരിതു അലൈക അൻ തഖ്ദുമ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഇഷ്താ. നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഒരു ഉടമ്പടി, ഒരു കരാറുണ്ട്, ഒരു ഷർത്തുണ്ട്, ഉപാധിയുണ്ട്. അതെന്താ? നീ ജീവിക്കുന്ന കാലം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവിക്കണം, തങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കണം. മഹാനവറുകളെ മറുപടി, ഫഖുൽതു വഇല്ലം തസ്തരിഖി അലയ്യ മാ ഫാറഖ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഇഷ്തു. ഓ ഉമ്മു സലമ ബീവി അവർകളെ, എൻ്റെ യജമാനത്തിയായവരെ, നിങ്ങൾ അങ്ങനെ ഒരു ഉപാധി വച്ചില്ലെങ്കിലും ഞാൻ ജീവിക്കുന്ന കാലത്തോളം നബിതങ്ങളെ സേവിക്കുന്നതാണ്, നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. അതൊക്കെ വലിയ കഥയാണ്. വലിയ സ്നേഹനിധിയായ ഭർത്താവായിരുന്നു അവരുടെ ഭർത്താവ്. അവർ മരണപ്പെട്ടപ്പോൾ മഹദിയവറുകൾക്ക് വിഷമം സഹിക്കവയ്യ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ ഒരു ദുആയൊക്കെ പറഞ്ഞു കൊടുത്തു. അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബത്തി എന്നൊക്കെ പറഞ്ഞൊരു ദുആ. എൻ്റെ ഭർത്താവിനേക്കാൾ ഒരു നല്ല ഭർത്താവിന് എനിക്ക് നീ പകരം തരണേ എന്നും ദുആക്കാൻ പറഞ്ഞു. അപ്പൊ മഹദി ചിന്തിച്ചു, എൻ്റെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിന് വേറെ ആരാ? അത് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് ഭർത്താവായി കിട്ടിയതാണ്. വലിയ സംഭവം. അപ്പൊ വലിയ ആളായില്ലേ. അപ്പോ ഇത്തൊക്കെ ചൊല്ലുമ്പോൾ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഉപാധി, നീ ജീവിക്കുന്ന കാലം അത്രയും നബി തങ്ങളെ സേവിക്കണം. അപ്പൊ പറയാം, നിങ്ങൾ അങ്ങനെ ഉപാധി വെച്ചില്ലെങ്കിലും നബി തങ്ങളെ സേവിക്കാനുള്ള ഒരുക്കത്തിനാണു ഞാൻ. മഹാനവറുകളെ യഥാർത്ഥ പേര് സഫീന എന്നല്ല. പേരിന്റെ വിഷയത്തിൽ പല അഭിപ്രായാന്തരങ്ങളുമുണ്ട്. അദ്ദേഹത്തിന് സഫീന എന്ന് പേര് വരാനുള്ള കാരണം ഇമാം ഹാക്കിം തങ്ങളെ മുസ്തദറക്കിൽ കാണാം. ഹശറജ് ബിനു നുബാതത എന്നവർ പറയാണ്, സഅൽതു സഫീനത അൻ ഇസ്മിഹി, ഞാൻ സഫീന തങ്ങളോട് നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പേര് ഖൈസ് എന്നായിരുന്നു. പല അഭിപ്രായാന്തരങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പേര് വെച്ചു സഫീന. സഫീന എന്ന് പറഞ്ഞാൽ എന്താ? കപ്പൽ. കപ്പൽ എന്നാണ് സഫീന എന്ന് പറഞ്ഞാൽ. നബി തങ്ങൾ എനിക്ക് സഫീന എന്ന് പേര് വെച്ചു. സുഫൈന അല്ല, സഫീന തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു, ലിമ സമ്മാക സഫീന, എന്തേ നബി തങ്ങൾ താങ്കൾക്ക് സഫീന എന്ന് പേര് വെച്ചത്, കപ്പൽ എന്ന് പേര് വെക്കാനുള്ള കാരണം? മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോകുകയാണ്. വമഅഹു വസുഹാബുഹു, നബി തങ്ങളോടൊപ്പം സ്വഹാബാക്കളുമുണ്ട്. ഫസഖുല അലൈഹിം മതാഉഹും, അപ്പൊ സ്വഹാബത്തിന് അവരുടെ ഈ ചരക്ക് ചുമക്കാൻ വലിയ പ്രയാസം. അന്ന് ഈ ചരക്ക് ഒട്ടകം കുറവാണ്, ചരക്കുകൾ വഹിക്കുന്ന ഒട്ടകം കുറവാണ്. ഒക്കെ ഒരു ചുമയിലേറ്റം ഭയങ്കര പ്രയാസം. വാളായിട്ടും കുന്തായിട്ടും പരിചയായിട്ടും അങ്ങനെ ഈ ചുമട് ചരക്കുകൾ വഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ഭാരമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഫീന, നിങ്ങൾ ആ വിരിപ്പൊന്ന് വിരിക്കൂ. ഞാനത് വിരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിരിപ്പിലേക്ക് സ്വഹാബത്തിന്റെ ചരക്ക് മുഴുക്ക കോരി വാരിയിട്ടു. അതിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടി. വേറെ റിവായത്തിൽ സ്വഹാബത്തിനോട് എല്ലാം അതിലേക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞു. എന്നിട്ട് തങ്ങൾ എൻ്റെ മുതുകിൽ വെച്ച് തന്നു, എന്നോട് ചുമക്കാൻ പറഞ്ഞു. യഹ്മിൽ മാ അൻത ഇല്ലാ സഫീന, നിങ്ങൾ ചുമക്കണം, നിങ്ങൾ കപ്പലാണ് എന്ന് തങ്ങൾ പറഞ്ഞു. തങ്ങൾ പറഞ്ഞതല്ലേ, ആ ഒരു ആവേശം, തങ്ങൾ ആ ഒരു വർത്താനത്തിന്റെ ആവേശം. അന്ന് മഹാനവറുകൾ പറയാണ്, ഒരു ഒട്ടകം അതല്ലെങ്കിൽ രണ്ടൊട്ടകം 6 or 7 ഒട്ടകത്തിനുള്ള ചുമട് അന്ന് തങ്ങൾ എൻ്റെ പുറത്ത് കയറ്റിയിരുന്നെങ്കിലും എനിക്കത് ഭാരമായിരുന്നില്ല, ഞാനത് വഹിക്കുമായിരുന്നു. തങ്ങൾ ആ ഒരു വർത്താനത്തിന്റെ ആ ഒരു സന്തോഷത്തിന്റെ ആ ആവേശം നൽകലുണ്ടല്ലോ, അതിൽ ആകൃഷ്ടരായിട്ട് അന്നൊരു വിഷയാവൂലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മഹാനവറുകൾക്ക് സഫീന എന്ന് പേര് വന്നത്. മഹാനവറുകൾ പറയാണ്, എന്താണ് പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞു വന്നത്? സ്വഹാബത്ത് മുഴുക്ക നബി തങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആപൽ ഘട്ടങ്ങളിൽ വസീലയാക്കുകയാണ്. തവസ്സൽതു യാ റബ്ബി ഇലൈക ബിഹുബ്ബിഹി. മഹാനായ സഫീന തങ്ങൾ പറയാണ്, റകിബ്തുൽ ബഹറ, ഒരു ദിവസം ഞാൻ കടലിലൂടെ യാത്ര ചെയ്യുകയാണ് കപ്പലിൽ. ഫൻകസറത് സഫീനത്തില്ലത്തി കുൻതു ഫീഹാ, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കപ്പൽ ഇടക്ക് വെച്ച് തകർന്ന് തരിപ്പണമായി പോയി. നടുക്കടലിൽ വെച്ച് കാറ്റെന്തു അടിച്ചപ്പോ ഞാൻ കടലിലൂടെ സഞ്ചരിക്കുമ്പോ കപ്പൽ തകർന്ന് തരിപ്പണമായി. തകർന്നു പോയ കപ്പലിന്റെ ഒരു പലകയിൽ ഞാൻ അള്ളിപ്പിടിച്ചു. ആ പലക എന്നെ കൊണ്ടുപോയിട്ടത് എവിടെയാണ്? ഒരു കൊടുംവനത്തിലാണ്, കാട്ടിലാണ്. ആ കാട്ടിൽ സിംഹമുണ്ട്. കടലിലൂടെ സഞ്ചരിക്കുമ്പോ കപ്പല് തകർന്നപ്പോ പ്രാണരക്ഷാർത്ഥം ഞാൻ എന്ത് ചെയ്തു? ഒരു കപ്പലിന്റെ ഇളകിപ്പോന്ന പലകയിൽ അള്ളിപ്പിടിച്ചു. തിരമാല എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു കൊടുംവനത്തിലിട്ടു. അതിൽ സിംഹമുണ്ട്.
ഫഅഖ്ബല യുരീദുനി. ആ സിംഹം എന്നെ കണ്ടപ്പോ എന്നെ കടിച്ചു കീറാൻ എന്റെ നേർക്ക് ഇങ്ങനെ വരികയാൽ പതറിയില്ല, ചാഞ്ചല്യമില്ല. സിംഹത്തിന്റെ മുഖത്ത് നോക്കി, യാ അബൽ ഹാരിസ് അന മൗലാ റസൂലില്ലാഹ്, ഞാൻ സഫീനയാണ്, അന സഫീനതു മൗലാ റസൂലില്ലാഹ്, നബി തങ്ങളെ സേവകനായ സഫീനയാണ്. നബി തങ്ങളുമായിട്ടുള്ള ബന്ധം സിംഹത്തിന് മുന്നിലുണ്ട് വെക്കുകയാണ്. ആ സമയത്ത് സിംഹം തന്റെ തല ഇങ്ങനെ താഴ്ത്തി, വഅഖ്ബല ഇലയ്യ, സിംഹം എന്നിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വന്നു. ഫദഫഅനി ബിമൻകിബിഹി, അതിന്റെ ചുമല് കൊണ്ട് എന്നെ ഇങ്ങനെ തട്ടി തട്ടി ആ കൊടുമനത്തിൽ നിന്ന് പുറത്തു ചാടിച്ചു. വവദഅനി അല ത്വരീഖ്, നേർവഴിയിൽ അതെന്നെ കൊണ്ടുപോയി വെച്ചു. വഹംഹമാ, മടങ്ങിപ്പോകാൻ സമയം ആ സിംഹമൊന്ന് മുരണ്ടു, അതൊരു ശബ്ദം പുറപ്പെടുവിച്ചു. ഫവനന്തു അന്നഹു യുബദ്ദിഉനി, ഞാൻ മനസ്സിലാക്കി അതെന്നെ യാത്രയാക്കുകയാണ്. അപ്പൊ കണ്ടോ, കടിച്ചു കീറാൻ വന്ന സിംഹത്തോട് ഒരു വർത്താനാണ് ഇത്. ഒന്നോ രണ്ടോ കിതാബിൽ മാത്രമൊന്നുമല്ല, എത്ര കിതാബിലെ ഞാനിപ്പോ വായിച്ചത്. ഇമാം തുബറാനിയുടെ അൽ മുഅ്ജമുൽ കബീർ ആണ് പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം. മജ്മുഉ സവാഇദിലുണ്ട്, അതുപോലെ മുസ്നദ്, പല കിതാബുകളിലും ഈ സംഭവം. എന്ത് ചെയ്തു? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവകനാന്ന് പറഞ്ഞപ്പോ വളരെ അത്യാദരങ്ങളോടെ എന്നിലേക്ക് അടുത്തു വന്ന്, വഴിയറിയില്ലല്ലോ, ഇനി നേർവഴിയിലേക്ക് എത്തണം. കൊടുങ്കാട്ടിലല്ലേ പെട്ടത്. ചുമലുകൊണ്ട് തട്ടി തട്ടി നേർവഴിയിലെത്തിച്ചു. പോകാൻ സമയം അതിൻ്റെ സഹജമായൊരു ശബ്ദം പുറപ്പെടുവിച്ചു. അതെന്നെ യാത്രയാക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു സംഭവത്തിലേക്ക് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ബുർദയിൽ പറഞ്ഞത് കാണാം. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖബുൽ ഉസ്ദു ഫീ ആജാമിഹാ തൽമീ, ഒരാളുടെ സഹായം അത് നബി തങ്ങളെ കൈക്കായാൽ, നബി തങ്ങൾ മുഖാന്തിരമായാൽ ഭയപ്പെടണ്ട. അവൻ കൊടുങ്കാട്ടിൽ സിംഹത്തിന്റെ മുന്നിൽ പെട്ടാലും തെജിനി, ആ സിംഹം ശാന്തമായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനാർത്ഥം അതാണ്. അപ്പൊ കണ്ടോ, സ്വഹാബത്ത് മുഴുക്ക പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളോടുള്ള ആ സ്നേഹവും തങ്ങളോടുള്ള ആ ബന്ധവുമാണ് മുന്നിൽ വെക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ വിത്തിരിയും പറഞ്ഞത്. അങ്ങനെ പറയാണെങ്കിൽ കുറെ പറയാൻ. നബിയെ, ആയുസിതാ തീർന്നു പോകുന്നു, ആയുസൊക്കെ പാഴായി പോയി. ആകെ സമ്പാദ്യം കുറെ ദോഷങ്ങളാണ്, അമലുകളില്ല. പരലോകത്തേക്ക് കണ്ടുവച്ചിട്ടുള്ളത് നബി തങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ്. വേറെ ഇബാദത്തിന്റെ ആധിക്യം പറയാനില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സുബ്ഹിക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഒരാൾ നബി തങ്ങളോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്തസ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, മഅഅദത്തലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി തയ്യാറ് ചെയ്തത്? ചോദ്യം കേട്ടാ ഒക്കെ റെഡിയാക്കിയ പോലെയാണല്ലോ. ഖിയാമത്ത് നാൾ എന്നോ ആവട്ടെ, താങ്കൾ ഖിയാമത്ത് നാളിന് വേണ്ടി എന്തൊരുക്കി വെച്ചു? അപ്പൊ പറഞ്ഞ മറുപടിയാണ്, യാ റസൂലല്ലാഹ്, ഒരുപാട് നിസ്കരിച്ച മഹത്വം പറയാനില്ല, നോമ്പെടുത്ത കാര്യവും പറയാനില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, പിന്നെയോ ഞാൻ നബി തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ്. അപ്പൊ നബി തങ്ങളെ സ്നേഹിച്ചാൽ തങ്ങൾ പോകുന്നോടൊപ്പം പോകാം, വിശദീകരിച്ചിരുന്നത്. അപ്പൊ മഹാനവർകളും പറയുന്നത്, ആയുസുത അമലൊന്നുമില്ലാതെ തീർന്നു പോകുന്നു, ദോഷം മാത്രമാണ് സമ്പാദ്യം. തങ്ങളോടുള്ള ആ ആത്മാർത്ഥമായ
പിരിശമല്ലാതെ പരലോകത്തേക്കുള്ള ഒരു സാധനം പറയുന്നുമില്ല. അത് ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞു, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. തങ്ങളോടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ഇല്ല. ഖദംതുഹു ബിമദിഹി അസ്തഖിലു ബിഹി ദുനൂബ ഉംദിൻ മവാഫി ശിഅരി വൽ ഖിദം. ഇമാം ബുസീരി പറഞ്ഞില്ലേ, ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞു, എന്ത് മാലി സിവാ മദിഹി വഹുബ്ബി മിൻ നുഖർ ഫഹുമ الذخيرة ونعم المدخر بهما رجائي النعيم قد تقر إذ ما يقابل كل ساع بالأجر. തങ്ങളോടുള്ള സ്നേഹവും തങ്ങളെ പ്രകീർത്തിക്കലുമല്ലാതെ ഒരു നിധിയുമില്ല, ഒരു ശേഖരവുമില്ല. അതുകൊണ്ട് രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് മഹാനവറുകളും വെച്ചു പുലർത്തുന്നത്. അത് നമ്മക്കൊക്കെ ഈമാൻ തോന്നും, ഓ അങ്ങനൊക്കെ ഉണ്ടാവും, കണ്ണു തള്ളും. നബിതങ്ങളെ ഏറ്റവും അടുത്തറിഞ്ഞ ആളുകൾ അവർക്കിത് വിഷയമില്ല. അവർ എപ്പോഴും തങ്ങളുമായിട്ടുള്ള ബന്ധാണ്, ആ ഉസുരത്താണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഉസ്മാൻ ഇബ്നു ഹനീഫ് തങ്ങളെ ചരിത്രം കണ്ടില്ലേ നിങ്ങൾ? കണ്ണിന്റെ കാഴ്ച പോയപ്പോൾ വരികയാണ് ഒരാൾ, അന്ധനായ ഒരാൾ. നബി തങ്ങളോട് വന്ന് പറയാണ്, നബിയേ എന്റെ കണ്ണിന്റെ കാഴ്ച പോയി, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങൾ ദ്വാരക്കണം, തിരിച്ചു തരണം. ഹദീസാണ്, പ്രസിദ്ധമായ ഹദീസാണ്. അപ്പോ ക്ഷമിച്ചൂടെ, എനിക്ക് കണ്ണിന് കാഴ്ച വേണം, ക്ഷമിച്ചാ പോരാ. അപ്പൊ തങ്ങള് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഒരു ദുആ ചെയ്യാൻ പറഞ്ഞു. ആ ദുആ തങ്ങൾ പഠിപ്പിച്ചു. ആ ദുആയിലുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യ റഹ്മതി യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിതുഖ്ളാ ഹാജതി എന്നൊക്കെ പറഞ്ഞുള്ള ഹദീസ് കാണാം. അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നിൽ വെക്കാനുള്ളത് എന്താ? നബി തങ്ങളോടുള്ള സ്നേഹവും തങ്ങളോടുള്ള പിരിശവും. അല്ലാഹു തങ്ങളുടെ കൈക്ക് ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ നേട്ടങ്ങളും സമ്പാദിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മദ്ഹ് പറഞ്ഞതിന്റെ കേട്ടതിന്റെ ബറക്കത്ത്